ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മെക്രോണി എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെക്രോണി വേവിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി 2 കപ്പ് മെക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും മെക്രോണി ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമുക്കത് അതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കത് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിൽ 2 സവാള ചെറുതായി കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത മെക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെക്രോണി റെഡിയായി. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരും തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.